ചില കർത്താവ് തുറന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ്? അകത്തുള്ള ഒരു കൂട്ടായ്മയ്ക്കാണ്. ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിലുള്ള ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ കൂട്ടായ്മയും വളരണം. നമ്മൾക്ക് ദൈവത്തോടുള്ള ബന്ധം വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിലേക്ക് 1 കൊരിന്ത്യർ 1:9 തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വാട്ട് എ ഫെയ്ത്ത്ഫുൾ ഗോഡ് വി ഹാവ്. എത്രമാത്രം വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മളെ വിളിക്കുന്നത്. തന്റെ വിളി ഒരിക്കലും തന്റെ വിളിയെ കുറിച്ച് അനുദപിക്കാത്തൊരു ദൈവം. എത്രമാത്രം നമുക്ക് വേണ്ടി പണി ചെയ്യണമോ അത്രമാത്രം നമ്മളെ വീണ്ടും 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 എത്ര പ്രാവശ്യം ഉടഞ്ഞാലും വീണ്ടും വീണ്ടും പണിത് തന്റെ മഹത്വം നമ്മളിൽ കൊണ്ടുവരുന്നിടം വരെയും തന്റെ ആ മുഖത്തിന്റെ തേജസ് നമ്മളിൽ പ്രതിഫലിക്കുന്നിടം വരെയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കർത്താവ്. ഉദ്ദേശം എന്താണ്? ആ കൂട്ടായ്മയാണ്. അപ്പോസ്തലപ്രവൃത്തി 4:23 വായിക്കാമോ? അവിടെ പറയുന്നുണ്ട്, ആദിമ സഭയിലെ ആളുകൾ ആദ്യം വിളിച്ച പേരെന്തുവാന്നറിയാമോ? അവരെ കൂട്ടാളികൾ. അപ്പോസ്തലപ്രവൃത്തി 4:23 വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. ആദിമസഭ 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവരപ്പം നുറുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു പോന്നു. ആദിമസഭയുടെ ജീവിതത്തിലെ നട്ടല്ലായിരുന്നു അവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ കൂട്ടായ്മയുടെ മഹത്വം തിരിച്ചറിഞ്ഞത് കൊണ്ട് എന്തുവാ സംഭവിച്ചെന്നറിയാമോ? ആ കൂട്ടായ്മയിലേക്ക് ദിനം പ്രതി 1000കണക്കിന് ആളുകൾ വന്ന് കൂടിച്ചേർന്നുകൊണ്ടിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് ആ ആളുകൾ നമ്മുടെ കൂട്ടായ്മകളിൽ ഇരച്ച് കൂടി വരാത്തത്? ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് ആ കൂട്ടായ്മയുടെ ഡീപ്പർ ആഴമായിട്ടുള്ള ആ ഒരു ആ ഒരു വാല്യൂ, അതിൻ്റെ വില നമുക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു ഇളയ മകൻ നമുക്കറിയാം, അപ്പൻ്റെ വീടിൻ്റെ വാതിൽക്ക് വന്ന് നിന്നിട്ട് അവൻ അകത്തോട്ട് കയറാൻ പോലും മനസ്സില്ലാതെ മാറി നിൽക്കുക. എന്തുവാ കാര്യം? ഇളയ മകനെ വീട്ടിൽ അപ്പൻ ചേർത്തണച്ചു. സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വീട്ടിൽ വരുമ്പോൾ അവനെ മകനായി കൈക്കൊള്ളുന്ന ഒരു അപ്പൻ അകത്തിരിക്കുമ്പോൾ, അങ്ങനെ ഒരു പിതാവ് ഇന്നത്തെ സഭകളിൽ ഉണ്ടോ? അങ്ങനെ ഒരു ഇടയൻ ഇന്നത്തെ സഭകളിൽ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ നമ്മളെ എന്നെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വരണമെന്ന് തോന്നിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ തോന്നണം. ഞാൻ പറയട്ടെ, നമുക്ക് പൊന്നും വെള്ളിയൊന്നും കൊടുക്കാനില്ലായിരിക്കും, പക്ഷേ നമ്മുടെ ഒരു നല്ല വാക്ക്, ഒരു ചേർത്തണയ്ക്കുന്ന ഒരു സാന്ത്വനം നിശ്ചയമായിട്ടും ആ മനുഷ്യനെ തീർച്ചയായിട്ടും ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആദിമസഭ അവരെ തന്നെ വിളിച്ചത് കൂട്ടാളികളെന്ന അവർ വിളിച്ചതാണ്. പിന്നീട് ആ ക്രിസ്ത്യാനികളെന്നൊക്കെ അവരെ വിളിച്ചത്, അവരെ തന്നെ വിശ്വാസികളെന്ന് വിളിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. അത് കർത്താവ് വിളിച്ചത്. എന്നാൽ അവർ വിളിച്ചൊരു പദമാണ് കൂട്ടാളികൾ. ആരാ കൂട്ടാളികൾ? എല്ലാ കാര്യങ്ങൾക്കും പങ്കാളികളായി. വീടും വലിയ പള്ളിയും കാര്യവുമൊക്കെ വിട്ടിറങ്ങി ഇപ്പോഴെന്താണ്? അവര് കൂട്ടാളികളായിട്ട് അവരെ കുറിച്ച് കാണുകയാണ്. എല്ലാത്തിനും ഒരു കൂട്ടുകെട്ടുണ്ട്, സൗഹൃദമുണ്ട്, ഒരു സ്നേഹമുണ്ട്. ഇതാണ് ഇന്ന് അവരെ സംബന്ധിച്ച് വലുത്. കർത്താവാണ് അവർക്ക് വലുത്. ഇതിൽ നിന്നാണ് കർത്താവിൻ്റെ സ്നേഹം അവർക്ക് പങ്കിടാൻ കഴിയുന്നത്. ഇവിടെ വെച്ചാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ അവർക്ക് വളരാൻ കഴിയുന്നത്. ഇവിടെ വെച്ചാണ് കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് ലോകത്തിന് കാണിക്കാൻ കഴിയുന്നത്. പാപത്തിൽ നടക്കുന്നവരുടെ നടുക്ക് നമുക്ക് പോയി അവരെ സ്നേഹിച്ച് തൃപ്തിപ്പെടുത്തിയിട്ട് കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് ലോകത്തിനും കാണിക്കാൻ പറ്റത്തില്ല, നമുക്കും അത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപത്തിൽ നിന്ന് വേർപെട്ടവരായി, നമുക്കറിയാം, സമാഗമന കൂടാരത്തിന്റെ പുറത്ത് ആ 4 ഭാഗത്തും കാണുന്ന മതില് വെള്ളയാണ് കാണുന്നത്. എന്താണ്? ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് അവർ വേർപെട്ട് നിൽക്കുകയാണ്. ആ വേർപാടാണ്, പാപത്തിൽ നിന്നുള്ള വേർപാടാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എന്തുവാണ്? നമ്മളെ സംബന്ധിച്ച് ബാഹ്യമായ കുറച്ച് വേർപാടുകൾ നമ്മളെ തൃപ്തിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരാകരുത്. കാരണം റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും പൗലോസ് പറയുന്ന കാര്യമുണ്ട്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവനാ. ഇത് നമുക്കേ അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ വിശുദ്ധനാണോ എന്ന് പൗലോസ് പറയുന്നു. ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ഞാൻ നീതിമാൻ എന്ന് വരുന്നില്ല എന്ന്. കാരണം എന്താ? അയ്യോ, ഞാൻ പാപത്തിന് അധീനനായ മനുഷ്യനെന്ന് അവനെ കുറിച്ച് ബോധ്യമുണ്ടായി. ഞാൻ പറയട്ടെ, ഒരിക്കലും പാപത്തെ വേറെ ആരുടെയും പ്രവൃത്തികളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തരുത്, തുലന ചെയ്യരുത്. ദൈവവുമായിട്ട് മാത്രമേ പാപത്തെ തുലന ചെയ്യാവൂ. ദൈവത്തിന്റെ വിശുദ്ധിയോട് ഉള്ള ബന്ധത്തിൽ നമുക്ക് നീതിയുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്പമെങ്കിലും ദൈവത്തെ ഭയപ്പെടാനും ദൈവത്തിന്
ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാനും അത് നമുക്ക് സഹായകരമായിരിക്കും. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു ആലയം എന്ത് ചെയ്യണം? സമാഗമന കൂടാരം പണിയണം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14 മുതൽ 7-1 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് സഹപ്രവർത്തിക്കാരായി കൂട്ടാളികളായിട്ട് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിക്കണം. 2 കൊരിന്ത്യർ അല്ല, 2 കൊരിന്ത്യർ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് സഭയുടെ മുൻപിൽ പൗലോസ് അപ്പോസ്തലനെടുത്ത് ഉന്നയിക്കുന്നത്. ഞാൻ അവരുടെ നടുവിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ആ ആ ആ ആ ആ That's a promise. 7-1 മറക്കരുത്. അത് പലപ്പോഴും അധ്യായം 2 കിടക്കുന്നത് കൊണ്ട് പലരും ശ്രദ്ധിക്കാറില്ല. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നിങ്ങൾക്ക് ഉള്ളതാകയാൽ ഈ പ്രോമിസ് ആർക്കുള്ളതാ? നമുക്കുള്ളതാ. എന്നെങ്കിലും ഈ പ്രോമിസ് ഏറ്റെടുത്തിട്ടുണ്ടോ? അവൻ നമ്മുടെ നടുവിൽ വസിക്കണം, അവൻ എന്നിൽ വസിക്കണം, അവൻ സമാഗമന കൂടാരത്തിൽ വസിച്ചതുപോലെ ഇന്ന് നമ്മുടെ നടുവിൽ ദൈവം വസിക്കണം എന്നുള്ള വാഗ്ദത്തം എത്ര പേര് അതിന് പ്രാധാന്യം സഭയിൽ കൊടുത്തിട്ടുണ്ട്? അങ്ങനെ കൊടുത്താൽ നമ്മൾ പലപ്പോഴും പലതിൽ നിന്നും നമ്മൾ വേർപെട്ട്, പാപത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തോട് വിശുദ്ധിക്ക് വേണ്ടി ദൈവത്തോട് ഒന്നിച്ചു നിൽക്കുവാൻ ഉള്ള ആ ഒരു പങ്ക് നമ്മൾ വലുതായിട്ട് കാണും. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. എന്തിനാ തികയ്ക്കുന്നത്? ഒരു പ്രോമിസ്. അതേതാണ്? അവൻ നമ്മുടെ നടുവിൽ വസിക്കുവാൻ, അവൻ നമ്മിൽ വസിക്കുവാൻ, നമ്മുടെ കൂടെ നടക്കുവാൻ. ഞാൻ നിങ്ങളെ വിടുവിപ്പാനും രക്ഷിപ്പാനും നിങ്ങളുടെ പാളയത്തിന്റെ നടുവിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് ഞാൻ നിന്റെ പാളയത്തെ വിട്ടകലാതിരിക്കുവാൻ നിന്റെ പാളയം വെടിപ്പുള്ളതായിരിക്കണം. ഹോശേയ ദീർഘദർശിയുടെ പുസ്തകം 4:6. ശ്രദ്ധിക്കണമേ. ഇന്ന് പലപ്പോഴും നമുക്ക് അറിവുണ്ട്, ദൈവത്തിന് ഈ അറിവൊന്നും ഒരു പ്രാധാന്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന എന്തുവാണെന്നറിയാമോ? നമ്മൾ പരിജ്ഞാനപ്രകാരം വകതിരിവ് ഉള്ളവരായി, തിരിച്ചറിവുള്ളവരായി, പ്രാധാന്യം കൊടുക്കേണ്ടതിന് അത്രയും പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ ജീവൻ തന്നെ വെച്ചു കൊടുക്കുമ്പോൾ ദൈവം പറയാണ്, അങ്ങനെ പരിജ്ഞാനമുള്ള ഒരു നല്ല ഹൃദയത്തെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അറിവ് നമ്മളെ ചിരിപ്പിക്കത്തേ ഉള്ളൂ. നമുക്ക് ഒത്തിരി, എനിക്ക് വേദപുസ്തകം മുഴുവനും നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും എത്രയെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ദൈവഭയത്തിൽ നടക്കുന്നില്ലെങ്കിലോ, ഞാൻ ഈ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നടക്കുന്നില്ലെങ്കിലോ, എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാനും നിങ്ങളെ അവിടെ ഹോശേയയിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനും നിങ്ങളെ ത്യജിച്ച് കളയും. 5-ാം അധ്യായത്തിലൊക്കെ നിങ്ങൾ പലവട്ടം വായിച്ചു നോക്കണം. ഈ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ഈ വാഗ്ദത്തം നമുക്കുള്ളതാണെന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം എന്ന് ഞാൻ കർത്താവിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, കൂട്ടായ്മയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ താക്കോലുകളുണ്ട്. ഓരോ താക്കോലുകളും കർത്താവാണ് ഉപയോഗിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ തിരശ്ശീല തുറന്നു തരുന്നത് കർത്താവാണ്. വായിച്ചാട്ടെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം.
നിങ്ങൾ 11 മുതൽ 15 വരെ വായിച്ചോണം. ഞാൻ ഈ വാക്യങ്ങൾ മാത്രമേ പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. വിവിധ പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലിദിയ എന്ന പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ശ്രദ്ധിക്കണേ, പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇതാരാ തുറന്നത്? കർത്താവ് തുറന്നത്. യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലോട്ട് പോകുന്ന ശിഷ്യന്മാര് ക്ലയോപാവും ഭാര്യയുമാണ്. പോകുന്ന വഴിക്ക് അവർ വീട്ടിലെത്തിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു. തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ ദൈവം തുറന്നു. താക്കോൽ ആരുടെ കയ്യിലാ? ഈ കർത്താവിന്റെ കയ്യിലാ. ആർക്കും മാജിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുന്ന കർത്താവിനെ കൈക്കൊണ്ടതുപോലെ അവനോടുള്ള കൂട്ടായ്മ നടപ്പിൽ കൊലോസ്യർ 2:6. ആ കർത്താവിന്റെ കൂടെ നടക്കുമ്പോഴായിരിക്കും, കർത്താവിന്റെ ആത്മാർത്ഥത കാണുമ്പോഴാണ് കർത്താവ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? നിന്റെ ബുദ്ധിയെ തുറന്നു തരുന്നത്. നിനക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ദൈവം തുറക്കുന്നതും അവിടെ വെച്ചായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44 വായിച്ചാലും ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും. നിങ്ങൾക്കറിയാമോ, കൊർന്നലിയോസിന്റെ വീട്ടിലുണ്ടായ സംഭവമാണ്. ഈ വചനങ്ങളെ പത്രോസ് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ. അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, ഈ ആലയത്തിന് പ്രാകാരത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ 4 വർണ്ണങ്ങളുള്ള ഒരു മൂടുശീലയാണ് ഇട്ടേക്കുന്നത്. ഏതൊക്കെയാണ്? നീല. അത് നമ്മൾ ഏതാന്ന് കണ്ടു? കർത്താവിന്റെ ശൂന്യത. ആകാശത്തിന് നീല നിറമാണ്, കാരണം ആകാശം ശൂന്യമാണ്. സമുദ്രത്തിന്റെ ആഴത്തിന് നീല നിറമാണ്, കാരണം അതിന്റെ അഗാധമായ, അതിനൊരു ആരും പെയിന്റടിച്ചിട്ടില്ല, ശൂന്യതയാ കാണിക്കുന്നത്. അവൻ തന്നെ താൻ ഒഴിച്ചു ദാസനായി തീർന്ന ക്രിസ്തുവിനെയാണ് അവിടെ മർക്കോസിന്റെ സുവിശേഷം രേഖപ്പെടുത്തുന്നത്. നീല നിറം അതിനെ കാണിക്കുന്നു. രണ്ടാമത്തെ നമ്മൾ കണ്ടു ചുവപ്പ് നൂല്. അത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷം മനുഷ്യപുത്രനായി വന്ന് കഷ്ടത അനുഭവിച്ച് മനുഷ്യനായി തീർന്ന ക്രിസ്തുവിനെ അവിടെ കാണുകയാണ്. നമുക്കറിയാം, ധൂമർ നൂല് യഹൂദന്മാരുടെ രാജാവായി ജനിച്ച രാജാവിനെയാണ് അത് മത്തായിയുടെ സുവിശേഷം ആ ഒരു മാനദണ്ഡത്തിലാണ്, ഇസ്രായേൽ ജനത്തോടുള്ള പശ്ചാത്തലത്തിലാണ് എഴുതിയത്. അവരുടെ വാഗ്ദത്തം, അവർക്കൊരു മശിഹ വരും, അവരുടെ മശിഹ അവരെ രാജാവായി ഭരിക്കും. ധൂമ്ര നൂല് ആ വാഗ്ദത്തത്തെ ചൂണ്ടിക്കാണിക്കാനാണ്. ഒടുവിൽ യോഹന്നാന്റെ സുവിശേഷം, 4-ാമത്തെ സുവിശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ശുദ്ധമായ വെള്ള നിറം. നമുക്കറിയാം, ആ രാജമുടിയും ആ തേജസ്സും ആ ശുഭ്രതയും യേശു മറുരൂപമലയിൽ ഒരു അലക്കുകാരനും അലക്കിയാൽ വെളുപ്പിക്കാൻ കഴിയാത്ത ശുഭ്രമായ നിറമായി തീർന്നത് അവന്റെ ദൈവത്വം അവൻ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ, തന്റെ വിശുദ്ധി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എന്നാൽ നമുക്കറിയാം, അവൻ അനാദിയിലുള്ള രൂപത്തിലാണ് അവൻ അന്ന് അവനെ വെളിപ്പെടുത്തിയത്. എന്നാൽ വരാനിരിക്കുന്നത് പിതാവിന്റെ മഹത്വത്തോടു കൂടെയാണ്. അതാണ് യോഹന്നാൻ കണ്ടത്. മാറത്ത് പൊൻകച്ച കെട്ടിയ വെള്ളോടിന് സദൃശ്യമുള്ള, ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത ഒരു മഹാവിശ്വരൂപിയായ ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം രേഖപ്പെടുത്തുകയാണ്. അവന്റെ തേജസ്കരണത്തിന് ശേഷം അവൻ വന്ന ആ മഹത്വം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, താൻ ഇരിക്കും പോലെ തന്നെ നാം അവനെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരായി രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിനോട് സദൃശന്മാരായി തീരണമെങ്കിൽ എത്രമാത്രം നാം നമ്മെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് താക്കോൽ എന്ന് പറയുന്നത്? 4 സുവിശേഷമാണ്. ഏത് വ്യക്തിയും കർത്താവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് വേണം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരാനെന്ന് ദൈവം നിർണയിച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം ഒരുക്കി വെച്ചു ഈ 4 സുവിശേഷങ്ങൾ. ഈ 4 സുവിശേഷങ്ങളും ദൈവത്തിന്റെ പദ്ധതികളാണ്. ആ 4 തൂണുകൾ അവിടെ ഫ്രണ്ടിൽ കാണാം. ആ 4 തൂണുകൾ 4 സുവിശേഷങ്ങളാണ്. ആ 4 സുവിശേഷങ്ങളിലൂടെ വേണം യേശുവിനെ കേൾക്കാൻ. റോമാലേഖനം 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനത്തിന്റെ കേൾവിയിലൂടെ മാത്രമേ കർത്താവിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. കൂട്ടായ്മ തുടങ്ങുന്നത് സുവിശേഷം കേട്ടിട്ട്. ഇന്നത്തെ ഏതെങ്കിലും കൺവെൻഷനുകളിൽ, ഇന്നത്തെ ഏതെങ്കിലും ഒരു സുവിശേഷം പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് സുവിശേഷം പറയുന്നുണ്ടോ?
കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അഥേനയിൽ നിന്ന് ഞാൻ കൊരിന്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ നടുവിൽ ഇരുന്നു. അതുകൊണ്ട് പാപത്തിലും അധാർമികതയിലും നടന്നിരുന്ന ഒരു ജനം വിശുദ്ധനായ ദൈവത്തിന്റെ രക്ഷാമാർഗത്തെ അറിവാനിടയായി തീർന്നു. എന്താ പറഞ്ഞത്? അഥേനയിൽ പ്രസംഗിച്ചത് തത്വശാസ്ത്രമാണ്, ആരും കൈക്കൊണ്ടില്ല. അവിടെ ശിഷ്യന്മാരുണ്ടായില്ല, സ്നാനപ്പെട്ടില്ല. അവിടെ കുറച്ചു പേര് പറഞ്ഞു നല്ല പ്രസംഗമാണെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, അടുത്ത സ്ഥലത്തേക്ക് ചെന്നപ്പോൾ പൗലോസിന് മനസ്സിലായി, ഈ യവനായ തത്വശാസ്ത്രം കൊണ്ടൊന്നും എൻ്റെ ബുദ്ധിയുടെ കഴിവ് കൊണ്ടും ഈ അല്ലെങ്കിൽ പ്രാസം ഒപ്പിച്ച് പറയുന്നത് കൊണ്ടും വലിയ വാക്സാമർഥ്യം ഉപയോഗിക്കുന്നത് കൊണ്ടും ആളുകളെ ചിലപ്പോൾ അവരെ ഭ്രമിപ്പിക്കാം, പക്ഷേ അവരെ ഒരിക്കലും ദൈവത്തിലേക്ക് ജനിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിലേക്ക് ജനിപ്പിക്കണമെങ്കിൽ സുവിശേഷം തന്നെ വേണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എൻ്റെ സുവിശേഷം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അതാണ് സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ആ ഒരു സുവിശേഷം തന്നെയാണ് താക്കോൽ. ആ സുവിശേഷം കേട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തുവാണെന്നറിയാമോ? അടുത്ത സ്റ്റെപ്പ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിച്ചട്ടെ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ പുറത്തെ പ്രാകാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. സുവിശേഷം കേട്ട് വിശ്വസിച്ചവർ എങ്ങോട്ട് കയറി? പ്രാകാരത്തിലേക്ക് കയറി. അവിടെ യാഗപീഠമുണ്ട്, താമ്രത്തൊട്ടിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എബ്രായ ലേഖനം 9-ാം അധ്യായം 12 വായിച്ചാൽ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. വൺസ് ആൻഡ് ഫോറെവർ, ഒരിക്കലായിട്ട് എല്ലാ കാലത്തേക്കുമുള്ള ഒരു റിഡംഷൻ അവൻ നേടി. ഇനി നിങ്ങൾ 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചാട്ടെ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ എല്ലാ കാലത്തേക്കും ഉള്ള സൽഗുണപൂർത്തി പ്രാപിച്ചു കഴിഞ്ഞു. ഇതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചോ, ഇന്നത്തെ പള്ളികളിൽ അൽത്താര അല്ലെങ്കിൽ ബലി എന്ന് പറയുന്നത് എവിടാ? അതിപരിശുദ്ധ സ്ഥലമെന്ന് പറയുന്ന സ്ഥലത്താണ് ചെയ്യുന്നത്. അവിടെ ആർക്കെങ്കിലും പ്രവേശിക്കാൻ വ്യവസ്ഥയുണ്ടോ? ഇല്ല. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. കാരണം എന്തുവാ? മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കലല്ലാതെ അവിടെ പ്രവേശിക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല. അവിടെ യാഗം നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. യാഗം എവിടെ നടക്കേണ്ടത്? പുറത്തെ പ്രാകാരത്തിലാണ്. യാഗപീഠം എവിടെ വെക്കണമെന്നാ പറഞ്ഞത്? പുറത്തെ പ്രാകാരത്തിൽ. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് ക്രിസ്തു മരിക്കേണ്ടത്. ആ ക്രിസ്തു മരിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്നവർ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എടുക്കേണ്ട 6 മുതൽ നിങ്ങൾ വായിച്ചാൽ മതി. ഇങ്ങനെ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന അനുഭവമാണ് സ്നാനത്തിൽ നമുക്ക് തരുന്നത്. അത് ധാരാളം വാക്യങ്ങളുണ്ട്, അതിലേക്ക് എല്ലാം ഞാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, യേശുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഒന്ന് സുവിശേഷം കേട്ട് വിശ്വസിച്ച ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ കാൽവറിയാഗത്തെ തിരിച്ചറിയുമ്പോൾ യേശുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കും. ഒന്ന്, വിശ്വാസത്തിന്റെ അനുസരണമാണ് യേശുവിന്റെ ആ യാഗമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ മരിച്ചടക്കപ്പെട്ട് എഴുന്നേറ്റ യേശുവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ താമ്രത്തൊട്ടി തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. എന്ത് ചെയ്യണം? യാഗം കഴിഞ്ഞൊരു പുരോഹിതൻ തന്നെ ശുദ്ധീകരിക്കാൻ എടുക്കുന്ന ആ താമ്രത്തൊട്ടിയുടെ അവിടാണ് എന്ത് ചെയ്യുന്നത്? അവൻ പുരോഹിതൻ കഴുകേണ്ടത്. അവിടെ പുരോഹിതൻ കഴുകേണ്ട സ്ഥലത്താണ് ഞാനും നിങ്ങളും സ്നാനമേൽക്കാൻ നിൽക്കുന്നത്. അവിടെയാണ് 27-ാം വാക്യം പറയുന്നത്, നിങ്ങൾ സ്നാനത്തിലൂടെ അവനെ ധരിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് അവിടെ സ്നാനത്തിലൂടെ അവനെ ധരിച്ചു എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു പുരോഹിത വസ്ത്രം അനിവാര്യമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ മർമ്മം നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായി? സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്കും, ചിലർ പറയും സ്നാനപ്പെടാതെ രക്ഷ കിട്ടുമോ, ചിലർ പറയും സ്നാനപ്പെടാതെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും സഹോദര. അങ്ങനെ ഉണ്ടായ താമ്രത്തൊട്ടിയോടെ വെക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന യേശു ക്രൂശിൽ മരിക്കേണ്ടയും കാര്യമില്ലായിരുന്നു.
സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകുന്ന യേശു മരിക്കേണ്ട കാര്യമില്ലായിരുന്നു, നിങ്ങൾക്ക് നേരിട്ട് പോകാം. അതുമായിട്ട് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ കർത്താവ് എന്നോ മരിച്ചു, അവൻ ഒരിക്കൽ മരിച്ചത് കൊണ്ട് ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ നമ്മളിനി ഒന്നും ചെയ്യണ്ട, കർത്താവ് ചെയ്തു കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഈ യാഗം നടത്തിയ പുരോഹിതന് നേരിട്ട് അങ്ങ് വിശുദ്ധ സ്ഥലത്തോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അവൻ തന്നെ കഴുകി വെടുപ്പാക്കി ശുദ്ധവെള്ളത്താൽ കഴുകിയിട്ട് വേണം അവൻ എങ്ങോട്ട് പോകാൻ? വിശുദ്ധ സ്ഥലത്തേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും പ്രവേശിക്കും, മന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാൻ. അപ്പോൾ എനിക്കും നിങ്ങൾക്കും സഭായുഗമായ ഈ കാലത്ത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള താക്കോലാണ് അനുസരണം അഥവാ സ്നാനം. യേശുവിനെ പോലെ നിങ്ങൾ അനുസരണമുള്ളവരായി. അതൊന്ന് വായിക്കാമോ? ഗലാത്യ ലേഖനം 3:24 മുതൽ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുന്ന ഒരു ശിശുപാലകൻ, ഒരു കാര്യവിചാരകനായിരുന്നു. വിശ്വാസം വന്ന ശേഷമോ? വിശ്വാസം വന്ന ശേഷം, സുവിശേഷം കേട്ട് നമ്മൾ വിശ്വസിച്ചു, വിശ്വാസം ലഭിച്ച ശേഷം നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാർമ്മികനാകുകയായിരുന്നു, എന്നാൽ ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. നിങ്ങൾ മക്കളായി തീരുന്നത് കൊണ്ട് നിങ്ങളിനി ദാസന്മാരല്ല, സ്വതന്ത്രരാ. എന്നിട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ രാജകീയ പുരോഹിത വർഗമെന്ന പദവി ലഭിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിനെ, ഒരു പൗരോഹിത്യ വസ്ത്രം, ശ്രേഷ്ഠ മഹാപുരോഹിതനെ നിങ്ങൾ ധരിച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അതിൽ യഹൂദന് യവനനുമെന്നില്ല, ദാസന് സ്വതന്ത്രനുമെന്നില്ല, ആണ് പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിച്ച് അനുസരണത്തിലൂടെ അങ്ങനെ ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പടിയൂടെ ഉയരുന്നു. ആ അനുസരണം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കിയത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിയോഗമാണ്. സുവിശേഷം കൈക്കൊണ്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ആത്മാവ് എന്തിനു വന്നു? എന്നെ നിങ്ങളെയും അനുസരണത്തിൽ തികഞ്ഞവരാക്കാൻ. റോമലേഖനത്തിൽ പറയുന്നു, അങ്ങനെ സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് ഞാൻ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. ഇന്നത്തെ സുവിശേഷ വേല ശുശ്രൂഷകളെല്ലാം ആർക്ക് വേണ്ടി നമ്മൾ ശുശ്രൂഷിച്ചാലും നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തെ ഭയപ്പെട്ട് നടക്കുവാനുമുള്ള പ്രാപ്തി ലഭിക്കാൻ വേണ്ടിയാണ് ഇടിവിൽ നിന്നുകൊണ്ട് ഈ വേല ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എബ്രായർ ലേഖനം 9:24 എന്ന് വായിക്കാം. എബ്രായർ 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യ രക്തത്തോടും കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കിതെല്ലാം വിവരിക്കാൻ സമയം ഷോർട്ടായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ നിങ്ങൾ കണ്ടാൽ ദൈവജനത്തിന് ഒരു ശാബത്ത് അനുഭവം, സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു. ഒരു പുരോഹിതൻ തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കി കഴിഞ്ഞാൽ താൻ പോയിരിക്കാം. പിന്നെ അവന് ഒരു ശബത്തനുഭവം. അത് ശബത്തനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുരോഹിതൻ തൻ്റെ ശുശ്രൂഷകളിലെല്ലാം നിവർത്തനായി കഴിഞ്ഞാൽ ഇനി യാഗം ആവശ്യമില്ലെങ്കിൽ അവന് പോയി കസേരയിരിക്കാം. ഈ അർത്ഥത്തിലാണ് പൗലോസ് പറയുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവനോടുകൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയേക്കുന്നു? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. കാരണം അവന്റെ ശുശ്രൂഷകളിൽ നിന്ന് നിവർത്തനായി. അവൻ നിവർത്തനായെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ സ്വസ്ഥത. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ നമുക്ക് അവിടേക്ക് കയറാനുള്ള ആ ഒരു വഴിയാണ് അവൻ തുറന്നത്. യേശു ക്രിസ്തു സ്വർഗത്തിൽ പ്രവേശിച്ചു, പിതാവിന് വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിങ്ങളെ അവിടെ ഇരുത്തിയെന്നാണ്.
അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ പോയി. അവൻ പോകുന്നത് ഏറെ നന്നാ പറഞ്ഞത്. ആ പോയ ശേഷം അവൻ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി വാങ്ങിച്ച് ഇവിടെ തന്നു. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷകളിൽ നിന്ന് നിവൃത്തനായി സ്വസ്ഥനായതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ വിശ്വാസത്താൽ ദൈവത്തിന് സ്വസ്ഥത പ്രാപിക്കണം. നമ്മൾ ദൈവത്താൽ സ്വീകാര്യരാണോ? സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇനി ഇരിക്കരുത്. ഞാൻ വേഗം 2-3 മിനിറ്റ് കൊണ്ട് പറയാമെന്ന് എൻ്റെ വിചാരം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വേദഭാഗം വായിക്കണം. അവിടെ 7 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നുവിടുക. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. പൗലോസ് പറയുന്നിടത്ത് ഈ സമാഗമന കൂടാരത്തിന്റെ ഒരു ഉൾക്കാഴ്ച പൗലോസിന്റെ ഉള്ളിലുണ്ട്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന മതി. ഈ പ്രാർത്ഥന നിങ്ങളൊന്ന്, ഞാനൊരു 7 വാക്ക് അതിനകത്തുള്ളത് എടുത്തു തരാം. നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. 1 എഴുതിക്കോ, സബ് ടൈറ്റിലായിട്ട് നിങ്ങൾ എഴുതിക്കോ. 1 നമ്മുടെ അകത്തെ മനുഷ്യൻ, ഇന്നർ മെൻ. നിങ്ങൾ മനസ്സിലായ? സമാഗമന കൂടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ആർക്കേ പറ്റത്തുള്ളൂ? താക്കോല് ദൈവം തുറന്നവർക്കേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ പ്രവേശിക്കുന്നതിന്റെ 1-ാമത്തെ കാര്യമാണ്, നിങ്ങൾ പുറത്തുള്ള ഒരാളല്ല, അകത്താണ് നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ നിങ്ങളുടെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അകമേയുള്ള മനുഷ്യനെ എത്രയോ പേർക്ക് അറിയാതെ ലോകത്തിൽ ജീവിക്കുക. എന്നാൽ നമുക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്, എനിക്ക് അകത്തുള്ള മനുഷ്യൻ, പുറമേ ഉള്ളവൻ ദ്രവിച്ചില്ലാതായാലും എൻ്റെ അകമേ ഉള്ളവനാ യഥാർത്ഥ മനുഷ്യനെന്ന് ദൈവം എനിക്ക് കണ്ണു തുറന്നു തന്നല്ലോ. എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയും? 1-ാമത്തെ വാക്ക് അകമേ ഉള്ള മനുഷ്യൻ. 2 ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ. ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നത്? 24 ഭാര്യയിലിൻ്റെ അകത്തായിരിക്കും, അല്ലേ? ദൈവസിംഹാസനത്തിന്റെ 2 വശങ്ങളും എണ്ണി നോക്കിയാൽ അവിടെ വെളിപ്പാട് ദിവസം നമ്മൾ കാണുന്നു എന്തുവാ? 24 മൂപ്പന്മാര്, 12 അപ്പോസ്തലന്മാര്, 12 ഗോത്രപിതാക്കന്മാര്, അവിടെ 24. നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ? നിങ്ങളെ ഡിസൈൻ ചെയ്തപ്പോൾ പോലും ദൈവത്തിൻ്റെ സ്വർഗീയമായ ആ ഒരു പ്ലാൻ, ദൈവത്തിൻ്റെ സ്വർഗീയ കൂടാരത്തിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് നിങ്ങളെ ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഒരു ഹൃദയം ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് 24 മൂപ്പന്മാരെ പോലെ 24 വാരിയല്ലുകൾ 2 സൈഡിലും ദൈവം തമ്പുരാൻ ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള ആ ഹൃദയത്തിന്റെ അകത്ത് ദൈവം ഇരിക്കണം. ഹി ഈസ് ദ സെന്റർ ഓഫ് യുവർ ലൈഫ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണെന്ന്, ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നിങ്ങളുടെ കണ്ണ് തുറന്നു തന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടില്ല. പൗലോസ് പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിൽ കർത്താവ് ക്രിസ്തു വസിക്കണം. ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം നിങ്ങളുടെ ശരീരം, ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം, നിങ്ങളുടെ സഭ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം. ക്രിസ്തുവിന് അതിൻ്റെ കേന്ദ്രത്തിലാണ് സ്ഥാനമുള്ളത്. ആകാശത്തിൻ്റെയും ഭൂമിയുടെ മധ്യേ, ആമേൻ ഹല്ലേലൂയ, ഈ സകല ഭൂഖണ്ഡത്തിൻ്റെയും കേന്ദ്രമായ പാലസ്തീനിൽ അല്ല, പ്രൈസ് ദി ലോർഡ്, ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ആമേൻ ജനിച്ച ആ ക്രിസ്തു എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറണം. 3-ാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ. എന്തിനാ കർത്താവ് വിളിച്ചത്? കർത്താവിന്റെ സ്നേഹം എത്രയും നാളും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്ത് കൂട്ടായ്മയില, ആരുടെ കൂട്ടായ്മയില, ആരുമായിട്ടാണ് നിങ്ങൾക്ക് ഈ ബന്ധമുള്ളത്? എന്തു പറഞ്ഞ് ദൈവത്തോട് സമാധാനപ്പെടുത്താൻ പറ്റും? എന്തു നിങ്ങൾക്ക് ദൈവത്തിന് ന്യായം കൊടുക്കാൻ പറ്റും? 1 യോഹന്നാൻ അത് തന്നെയാ പറയുന്നത്. We need a fellowship, and that fellowship is with Father God and ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങളുടെ കൂട്ടായ്മയോ, ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക്
ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം ഞങ്ങൾ അവൻ്റെ സ്നേഹം അറിയുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ ആർക്ക് കഴിയും? ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈ ലോകത്തിലൊന്നും എന്നെ വേർതിരിക്കാൻ കഴിയുന്നത്. 4-ാമത്തെ വാക്ക്, എല്ലാ നിറവോളും നിറഞ്ഞു വരണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ആ വാതിലിൻ്റെ വെളിയിൽ നിന്നാൽ മതിയോ? ഞാൻ യെരൂശലേമിൽ പാലസ്തീനിൽ എത്രയോ പ്രാവശ്യം പോയി എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ ദൈവമേ ആ മണ്ണെല്ലാം തൊട്ടായിരുന്നല്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ പലതും പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ലോകത്തെ കാണും. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബം ലേവ്യായുടെ പിന്തുണച്ചാന്നൊക്കെ പറയുന്നവരൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എന്തൊക്കെ നീ പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ നിറവിൽ നിനക്ക് നിറയണമെങ്കിൽ, ആമേൻ, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരുവീൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലധാര ഒഴുകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിറയണമെങ്കിൽ അവൻ്റെ അടുക്കൽ തന്നെ വന്ന് അവനോട് കൂട്ടായ്മ വേണം. 5-ാമത്തെ കാര്യം എന്താ? അത്യന്ത ശക്തി. ഈ സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ഒരു മനുഷ്യന് കയറാൻ കഴിയുന്നില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ അത്യന്ത ശക്തി ഒഴുകുന്നതിന് മുൻപിൽ ആമേൻ നടക്കുന്ന ആളുകളെ കുറിച്ച് എന്തുവാ പറയണ്ടേ? പറ. പ്രൈസ് ദി ലോർഡ്. ആ തിരശ്ശീലയുടെ തൊട്ട് ഇപ്പുറത്ത് വരെ ഓടിച്ചാടി നടക്കുക. എൻ്റെ നിങ്ങളുടെയും ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. പക്ഷെ ഒരു കാര്യം, എന്നിട്ടും നമുക്ക് ഹാനി വരുന്നില്ല. കാരണം എന്താ? നാം അവനുമായിട്ടുള്ള ആ ബന്ധം. അവൻ നമ്മളെ നീതീകരിച്ചിരിക്കുന്ന, അവൻ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്ന, അവൻ നമ്മളെ മക്കളാക്കിയിരിക്കുന്ന ആ ഒരു വലിയ പദവി എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നമ്മൾ നശിക്കത്തില്ല. നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഒരു അത്യന്ത ശക്തിയെക്കുറിച്ച് 6-ാമത്തെ പാദം അവിടെ പറയുന്നു. സഭ എന്തുവാണെന്നും എങ്ങനെയായിരിക്കണമെന്നും എത്ര പേർക്ക് അതിനെക്കുറിച്ചൊരു ബോധമുണ്ട്? ക്രിസ്തുവിൻ്റെ സഭ അത് എന്ത് അടിസ്ഥാനത്തിൽ എങ്ങനെ പോകണം? കുറച്ച് വേളം വെക്കുന്നതും തുള്ളിച്ചാടുന്നു. കഴിഞ്ഞ ദിവസം ഒരു അമ്മാവൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്തോ ആരാധനയാണെന്നറിയാം പാസ്റ്ററെ, ഒന്ന് വരണം. 100 പേരോളം ഉണ്ടായിരുന്നു പത്തനംതിട്ട. ഭയങ്കര ആരാധനയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തോ വചനം പറഞ്ഞു? വചനം എന്തോ നല്ല പ്രശ്നമായിരുന്നു. എന്തുവാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഒരു വാചകം പറയണ്ട, ഒരു വാക്കെങ്കിലും പറയാനുള്ള കടമയുണ്ടോ ഇല്ലയോ? വിശ്വാസമായിരുന്നു, അല്ലെ സ്നേഹമായിരുന്നു, അല്ലെ പ്രത്യാശയായിരുന്നു, എന്തേലും പറ, അല്ലെ സ്വർഗമായിരുന്നു, എന്തേലും പറ. ഞാൻ അറിഞ്ഞത് അവിടെ ഇളക്കി മറിയുമായിരുന്നെന്നാണ്. ഇല്ല, ഇത് മടിച്ചിട്ട് ഭയങ്കര കൂട്ടം പാട്ടുകൾ. അത് ഈ ഷെഡ് ഇവിടെ ആരാധിക്കുന്നതുകൊണ്ട് തൃപ്തിയാകാത്തവർ അപ്പുറത്തെ ഇപ്പോൾ അതിൽ ആരാധിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ അതാണോ? നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ പെർഫെക്ഷൻ, നമ്മൾ കർത്താവിൻ്റെ ശബ്ദത്തെ അനുസരിച്ച്, ആ ശബ്ദത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ആ സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെ പിന്നീട് ഞാൻ ചിന്തിക്കാം. അവസാനം 7-ാമത്തെ കാര്യം, ക്രിസ്തുവിനും സഭയിലും എന്നേക്കും മഹത്വം. ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? സ്വർഗത്തിൽ ഒരു ആലയമുണ്ട്. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ഒരു ആദാമുണ്ടായിരുന്നു. അതായിരുന്നു ക്രിസ്തു. ആ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ വന്ന് തൻ്റെ സുവിശേഷം കേൾപ്പിച്ചു, നമുക്ക് വേണ്ടി വില കൊടുത്തു, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, നിത്യജീവൻ തന്നു. എന്നിട്ട് നമ്മളോട്, നിനക്ക് വേണ്ടുന്ന രക്ഷ ഞാൻ ദാനമായിട്ട് തരാം, നിനക്ക് വേണ്ടുന്ന എല്ലാ നന്മയും ഞാൻ തരാം എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നു. ഞാൻ പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്നില്ലെങ്കിൽ, നമ്മൾ എന്തോ നിറഞ്ഞിരിക്കുന്നു അതാണ് രൂപാന്തരപ്പെടാൻ പോകുന്നത്. ചില ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുണ്ട്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഈ കാഷ്യൂനട്ട് പോലെ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കൂത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അത് പിന്നെ എന്തോ ഗോതമ്പ് മാവ് മാത്രമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ? എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുന്നില്ലെങ്കിൽ, അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവർ. ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്നുണ്ടെങ്കിൽ രൂപാന്തരപ്പെടുമ്പം ക്രിസ്തുവിനെ പോലെ ഇരിക്കും. നമ്മുടെ ഉള്ളിൽ മുൻകോപവും ദേഷ്യവും വൈരാഗ്യവും ശണ്ടയും കലഹവും അങ്ങനെയുള്ള എന്ത് പറയുന്നത് നികളവും അഹങ്കാരവും ഒക്കെ ഇരിക്കുവാണെങ്കിൽ
ആ നിഗളപുത്രനായ ലൂസിഫറിന്റെ വകയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് കർത്താവ് വരുമ്പോൾ എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഇരിക്കുന്ന ആള് മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ. എല്ലാം പിടി കിട്ടിയോ? സഭ വളരെ ഗൗരവമുള്ള സ്ഥലമാണ്. നിങ്ങൾ ഒരു പക്ഷേ ശിക്ഷണത്തിലോ അല്ലെങ്കിൽ ഒരു വാക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം സഭയിൽ ഒരു എൽഡർ പറഞ്ഞേക്കാം, ഒരു മൂപ്പൻ പറഞ്ഞേക്കാം, ഒരു ഉപദേഷ്ടാവ് പറഞ്ഞേക്കാം. പലപ്പോഴും നമ്മൾ വിധേയപ്പെടുകയോ അനുസരിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഒരു പാസ്റ്ററോടും ചിലപ്പം പറഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ശിക്ഷണത്തെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ അനുസരണമുള്ള ഒരു വ്യക്തിയാണെന്ന്, ദൈവവചനപ്രകാരമുള്ള ഒരു സഭയുടെ ഭാഗമാണെന്ന്, ഒരു ആത്മീയ ഗ്രഹത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്ന മനുഷ്യരായി മാറും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഞാനും നിങ്ങളും പുതിയ നിയമ സമാഗമന കൂടാരം ആയിത്തീരുന്നത്, ക്രിസ്തു നമ്മളിൽ പ്രകാശിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്നിധ്യം മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച്